നമ്മുടെ എക്സലിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് മാക്രോ അല്ലെങ്കിൽ XML ഫയലുകളെ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കൺട്രോളുകൾ എക്സലിലേക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് ഡെവലപ്പർ ടാബ്. എങ്ങനെയാണ് ഒരു എക്സലിലേക്ക് ഡെവലപ്പർ ടാബ് കൊണ്ടുവരിക? മുകളിൽ കാണുന്ന റിബണിൽ മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന ഡയലോഗ് ബോക്സിൽ കസ്റ്റമൈസ് ദ റിബൺ എന്ന ബട്ടൺ അമർത്തുക. ഈ കസ്റ്റമൈസ് ദ റിബണിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് കാണാം. മെയിൻ ടാബ്സ്, ഓൾ ടാബ്സ് കാണാം. ഇതിലെ മെയിൻ ടാബ് ക്ലിക്ക് ചെയ്യുക. മെയിൻ ടാബ് ആവുമ്പോൾ താഴെ മെയിൻ ടാബുകളാവും. ഓൾ ടാബ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ടാബുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ മെയിൻ ടാബ് സെലക്ട് ചെയ്യുക. ഇതിൽ ഡെവലപ്പർ ടാബ് എന്നുള്ളത് ടിക്ക് ചെയ്യുക, ചെക്ക് രേഖപ്പെടുത്തുക. ദെൻ ക്ലിക്ക് ഓക്കെ. വ്യൂ ബട്ടന് അടുത്തായിട്ട്, വ്യൂ റിബണിന്റെ കമാൻഡ് ബോക്സിന് അടുത്തായിട്ട് നമുക്ക് ഡെവലപ്പർ എന്നുള്ള ടാബ് കാണാൻ കഴിയും. ഈ ഡെവലപ്പർ ടാബിൽ നമുക്ക് മാക്രോ തുടങ്ങിയ XML ഫയലിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാ സൗകര്യങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എടുക്കുക. ഈ ഡയലോഗ് ബോക്സിലെ ഇത് അൺടിക്ക് രേഖപ്പെടുത്തുക. ടിക്ക് ഒഴിവാക്കി കൊടുത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്നിരുന്ന ഡെവലപ്പർ ബോക്സ് ഇല്ലാതാവുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.